ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ തിരിച്ച് ഷെഫീൽഡ് എത്തിയിട്ടുണ്ട്. ഷെഫീൽഡാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. സോ ഇത്രയും നാൾ ലെസ്റ്റർ ലേക്ക് ഡിസ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നത് കൊണ്ട് ഷെഫീൽഡിൽ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമുക്കൊരു ചെറിയ പ്രൊമോഷൻ പോലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. സോ അത് വഴിയേ പറയാം. സോ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് ഹൂ വാസ് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ഓൾ മൈ റീൽസ് സോ ഫാർ ആണ് അക്ഷയ്. അക്ഷയ് അവൻ്റെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇൻസെയിൻ സോൾ. അപ്പം ഒരു ചെറിയ കഴിവേറി പോലത്തെ ഒരു വൈബാണ് അവൻ്റെ. നല്ല നല്ല സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. വീഡിയോസും ഫോട്ടോഗ്രാഫി അല്ല, വീഡിയോഗ്രാഫി മാത്രമേ ഉള്ളൂ. സോ ഷെഫീൽഡിലുള്ള അല്ലെങ്കിൽ ലീഡ്സിലുള്ള അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലുള്ള ആർക്കെങ്കിലും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഡു കോണ്ടാക്ട്. അപ്പോൾ ഇന്നലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ റിസപ്ഷനിൽ എൻ്റെ പാർസൽ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളത് കളക്ട് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോർ ദ ഈവൻറ്റ്. സോ അപ്പോൾ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വഴിയേ പറയാം. സോ നമ്മളിപ്പോൾ ഒരു സ്പോട്ട് തിരക്കി പോവുകയാണ് ടു ടേക്ക് ദ ഈവൻറ്റ്. അപ്പം പക്കടച്ചിട്ടാണ് അറൗണ്ട് ഒരു ഹാഫ് ആൻ അവറായി ഞങ്ങൾ കോണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ പുറകെ നടക്കുന്നു. സോ ഹൂവർ വി ഗോ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അടുത്ത ആളുടെ അടുത്ത് പോവും, എല്ലാം പറയും, അടുത്ത ആളുടെ അടുത്ത് പോവും. നമ്മുടെ അടുത്ത് സംസാരിക്കുന്നവർ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. സംസാരിക്കാത്തവരാണെങ്കിൽ പോകാനായിട്ടൊരു മടിയും. കാരണം ഒബ്വിയസ്ലി ഇവിടുത്തെ ബ്രിട്ടീഷേഴ്സിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അവരുടെ താല്പര്യമില്ലാതെ റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ ഇല്ലീഗൽ പോലത്തെ ഒരു പരിപാടിയാണ്. നമ്മളങ്ങനെ ചാടിക്കേറിപ്പോയി ക്യാമറ കൊണ്ട് പോയി കഴിഞ്ഞാൽ അട്ടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോയെന്ന് ചോദിച്ചിട്ടാണ് സാധാരണ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുന്നത്. സോ ഇപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ ലൈക്ക് നോ താങ്ക് യു, ദാറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ നമ്മൾ നോക്കും, ഇല്ലെങ്കിൽ കണ്ടന്റ് ചേഞ്ച് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്റർ പോയി. ഭാഗ്യത്തിന് സൺഡേ ആയതുകൊണ്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വി വർ ലൈക്ക് ഗോയിങ് ദർ 5:30 ഐ തിങ്ക്. അപ്പം തന്നെ എല്ലാവരും അടച്ചുപൂട്ടി പോയായിരുന്നു. ആൻഡ് അത് ഡ്രോപ്പ് ആയപ്പോൾ കാംബ്രിഡ്ജ് സ്ട്രീറ്റ് കളക്റ്റീവ് പോയി. ആൻഡ് അവിടെയും വിചാരിച്ചത്ര തിരക്കില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ വി ഗോട്ട് സം. അത് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റ് സ്ട്രീറ്റ് പോയി. ഓബ്വിയസ്ലി വെസ്റ്റ് സ്ട്രീറ്റിൽ ഇരുട്ടാതെ ആരും വരാറില്ലല്ലോ. അപ്പോൾ അവിടെയും ഫ്ലോപ്പായി. പിന്നെ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഷെഫീൽഡ് ട്രെയിൻ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ഇറ്റ്സ് ഫൈനലി കോണ്ടന്റ് ചേഞ്ച് ആക്കി. കോണ്ടന്റ് ചേഞ്ച് ചെയ്ത് അപ്പോൾ റെസ്പോൺസസ് കിട്ടി. ദാറ്റ് വെൻ വെൽ ആക്ച്വലി. അപ്പം ഞങ്ങൾ ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്യുവാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ കണ്ടൻ്റൊക്കെ ഉണ്ടാക്കി ഷൂട്ടാക്കി എല്ലാം കഴിഞ്ഞ് വീടെത്തി. സോ അവൻ ഇച്ചിരി ദൂരെയായിരുന്നു എൻ്റെ അക്കോമഡേഷനിൽ നിന്ന്. ബട്ട് ലക്കിലി ഇന്ന് അവൻ പുതിയ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, വിച്ച് ഇസ് നിയർ മീ. അപ്പം ഞാൻ ഇവിടെ വന്നു. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ട് രാത്രി വന്ന് എഡിറ്റ് ആക്കാമെന്ന് ഓർത്തു. അവൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്തത് കൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഐ തോട്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് പയറും കഞ്ഞി ടു മൈ ഫ്രണ്ട്. അപ്പം ഞങ്ങൾ ആകെ കൊണ്ടാകുന്ന കുറച്ച് പയറും കുറച്ച് അരിയും കൂടെ ഒരുമിച്ചിട്ട് നമ്മളെ ശബ്ദമൊക്കെ അപ്പം അത് സെറ്റാക്കാൻ പോവാണ്. അപ്പം മീൻ വൈൽ എഡിറ്റിംഗ് ഇസ് ഗോയിങ് ഓൺ. നമ്മൾ ഭയങ്കര ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് ആയിട്ട് ഫോണിലൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ ലാപ്പൊക്കെ എടുക്കുമായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പയറും കഞ്ഞിയും കാണിക്കേ ഇങ്ങോട്ട് വാ. പയറും കഞ്ഞിയും, ഇത് പൊരിച്ച മീൻ, ഇത് ഡ്രൈ കൊഞ്ച് ഞാൻ മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പം ഇതാണ് ഞങ്ങളുടെ സപ്പർ, ദ ലാസ്റ്റ് സപ്പർ. കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് പറ. എന്തും എന്താണ് കൊഞ്ച് സീന് ഉണ്ടാക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങളിത് കഴിച്ചിട്ട് ഒന്ന് ഓക്കെ ആയതിനു ശേഷം എഡിറ്റിങ്ങിലോട്ട് റിസ്യൂം ചെയ്യും. എന്നിട്ട് മിക്കവാറും നാളെ തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഉറക്കം വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡു ഫോളോ ദ ഇൻസ്റ്റഗ്രാം പേജ് ഫ്രെയിം തിയറി ഈവൻറ്റ്സ് ഒബേറ്റോറി. ഞാൻ കുറച്ച് അച്ചാറെടുക്കൂ.
പ്രേം തിയറി ഈവന്റ്സിനെ ഫോളോ ചെയ്താൽ അവരുടെ ഡിബേറ്റ് ചെയ്യടി അവരുടെ അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതാവും. സോ യു ക്യാൻ വാച്ച് ദി ഔട്ട്പുട്ട് ഓൺ ഇൻസ്റ്റഗ്രാം. പാടിക്കേടി. കഴിക്കുന്നുണ്ട്. മൃദുലേ പോലെ ഒരാള് ആഹാരം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയാ. എന്ത് ടേസ്റ്റാ. കഴിയണം കഴി. 3 o'clock ആയി ഗൈസ്. 3 AM. ഞങ്ങളൊരു എപ്പോഴാടാ വന്ന നമ്മളിവിടെ ആണോ 9-9:30 ആയപ്പോൾ ഞങ്ങൾ തുടങ്ങിയതാണ്. വിശപ്പിൻ്റെ വിളി തട്ടിയപ്പം നമ്മളൊരു കഞ്ഞിയും പേറും ഉണ്ടാക്കി. പിന്നെ ഒന്നും ഓർമ്മയില്ല. അടിച്ച് കിണ്ടി ആയതുപോലെ ഫിറ്റായി. അത് എല്ലാവരും ഭയങ്കര ഉറക്കത്തിലിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ വി മാനേജ് ടു കംപ്ലീറ്റ് ദ എഡിറ്റ്. പക്ഷെ അവൻ്റെ ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ഇനി ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക്. ബട്ട് സ്റ്റിൽ സമയം ഇത്ര ആയതുകൊണ്ടും നല്ല ഉറക്കം വരുന്നതുകൊണ്ടും വി മേ എൻഡ് അപ്പ് ആഫ്റ്റർ ദിസ് റീൽ. അല്ലെങ്കിൽ പക്ഷെ ഒരു വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേങ്കിൽ ചിലപ്പം അത് എഡിറ്റ് ചെയ്യാതെ നമ്മൾ പിരിയും. എൻ്റെ അടുത്ത വ്ളോഗ് അല്ല ഈ വ്ളോഗ് ദിസ് വ്ളോഗ് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സാധിച്ചില്ല. സോ വി എൻഡ് അപ്പ് മേക്കിംഗ് കട്ടൻ. നമ്മുടെ കൂടെ വാ വച്ചുള്ള മോട്ടിവേഷന് വേണ്ടിയിട്ട് മേഘയുണ്ട്. എഡിറ്റിംഗ് എന്തോരം പാടാണെന്ന് റിയലൈസ് ചെയ്യുന്ന സമയമാണ് ഇതൊക്കെ. എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ യൂട്യൂബിലും ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ ഈ എഡിറ്റ് ചെയ്ത് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ബഹുമാനം തോന്നുന്നുണ്ടോ? അത് ഇല്ലേ? എല്ലാ ദിവസവും ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആഴ്ചയിൽ 3 എണ്ണം പോസ്റ്റ് ചെയ്യാൻ തന്നെ എടി. ബട്ട് സ്റ്റിൽ എല്ലാ ദിവസവും നമ്മളെടുത്ത് നോക്കുമ്പോൾ ഓരോ വീഡിയോ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സച്ച് എ റിയലി ഗുഡ് തിങ്. പിന്നെ എൻ്റെ മുഖത്തൊരുമാതിരി ചിക്കൻ ബോക്സ് വന്ന പോലെ കുറെ കുരുക്കൾ. അതിന്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുമാതിരി ചൊറി പിടിച്ചവരുണ്ടല്ലോ. അതെ, എൻ്റെ കുരുവിന്റെ രഹസ്യം അറിയാവുന്നവർ കമന്റ് ചെയ്യണം. അവന് വീഡിയോ കണ്ടില്ലോ നോക്കട്ടെ. മേഘ കണ്ടിട്ടില്ല. അവൾ എന്നോട് ചോദിച്ചു. കൂടെ ഉള്ളവള് കണ്ടില്ല. എനിക്കിതാണ്, എനിക്ക് സപ്പോർട്ട് കൂടെ ഉള്ളവരാണ് എന്റെ സപ്പോർട്ട്. ആന്നേ, സ്ട്രേഞ്ചേഴ്സ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ. ആണ് ഞാൻ പറയുന്നത്. നീ പറഞ്ഞ ശരിയാ, സ്ട്രേഞ്ചേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത്. നമ്മളിവിടെ എന്ത് സംസാരിക്കുന്നു ഇപ്പൊ? നീ കണ്ടില്ല, അതിനെപ്പറ്റി തന്നെ സംസാരിക്കുന്നു. ഓക്കെ, 3 മണി ആയത് കൊണ്ടും കണ്ണൊക്കെ ബൾബായിരിക്കുന്നത് കൊണ്ടും ഇന്ന് തന്നെ തീർക്കാൻ നോക്കും ഗൈസ്. ഫൈനലി 4:21 AM നമ്മള് എഡിറ്റ് ചെയ്തു, സ്കെഡ്യൂൾ ചെയ്തു, ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. ദേ ലൈക്ഡ് ഇറ്റ്. സോ അപ്പം നമ്മൾ നാളെ 11 മണിക്ക് 14th July നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് എന്താണോ ഇന്ന് ചെയ്തത് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം കാണണമെങ്കിൽ എന്ത് ചെയ്യണം മേഘ? സബ്സ്ക്രൈബ്. ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നിട്ട് ബാക്കിന്നൊക്കെ ഓക്കെ. അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് 14th July at 11 AM നമ്മൾ റീല് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഡു വാച്ച് ആൻഡ് yeah, that's it. Good morning. Bye from Shalakot.